ആലപ്പുഴ പുന്നമടക്കായലിൽ ആവേശത്തിന്റെ അലകളുയർന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ വാശിയേറിയ പോരാട്ടത്തിൽ അരോമ ചുണ്ടൻ ജലരാജാക്കന്മാരായി. ഫോട്ടോ ഫിനിഷിലാണ് അരോമ ആദ്യ കിരീട നേട്ടം സ്വന്തമാക്കിയത്. മേൽപ്പാടം, നടുഭാഗം, ബിയപുരം, അരോമ എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനൽ ലൈനപ്പിൽ എത്തിയത്. ഉച്ചയോടെ നെഹ്റു ട്രോഫി ജലമേള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫിക്ക് വേണ്ടി ഈ കായലിൽ നടക്കുന്ന ആവേശകരമായ ഒരു മത്സരമാണ്. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ വന്ന് ആവേശപൂർവ്വം ഈ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു. 1953 ജനുവരി 4-ാം തീയതി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ ഈ വള്ളംകളിയിൽ അദ്ദേഹം പങ്കെടുത്തതും വലിയ സ്നേക്ക് ബോട്ട്, നീളത്തിലുള്ള ഒരു ബോട്ട്, കേരളത്തിൽ മാത്രം കാണുന്ന ഈ ബോട്ടിലുള്ള ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി എന്നിവരും ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു. സാംസ്കാരിക മന്ത്രി പി.സി. വിഷ്ണുനാഥാണ് പതാക ഉയർത്തിയത്. ഇപ്പോൾ നടുഭാഗം, പുന്നമടയുടെ നടുഭാഗം അല്പം ലീഡ് നേടിയിട്ടുണ്ട്. അതുപോലെയുള്ള വാശിയേറിയ ഒരു പോരാട്ടം, അത്യുജ്വലമായ ഒരു പോരാട്ടം, നടുഭാഗം ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് അവര് പുന്നമടക്കാര്, നെഹ്റു ട്രോഫി വാർഡിന്റുകാര്, അവരുടെ സ്വന്തമായ നാട്ടുകാരുടെ ഒരു പോരാട്ടത്തിൽ അവര് ഇവിടെ കടന്നു വരികയാണ്. നടുഭാഗം അല്ല, അല്ല മേൽപ്പാടം, അല്ല നടുഭാഗം, അല്ല അരോമ, അല്ല ബിയപുരം. ആരാണ്? തീർച്ചയായും കണ്ടുകളെ വിശ്വസിക്കുവാൻ പറ്റാത്ത രീതിയിൽ ബിയപുരമാണോ, അരോമയാണോ, മേൽപ്പാടമാണോ, നടുഭാഗമാണോ? അത്യുജ്വലമായ ഒരു പോരാട്ടമായിരുന്നു ഈ 4 കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത്. എന്തൊരു മത്സരമായിരുന്നു!